ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ഉദയൻജി അവർകൾ, അധ്യക്ഷൻ പ്രതീഷ് ജി അവർകൾ, കോർഡിനേറ്റർ രജിജി അവർകൾ, കൂടാതെ അഡ്മിൻ പാനലംഗങ്ങൾ, പഠിതാക്കളായ എൻ്റെ ആത്മമിത്രങ്ങൾ ഏവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ കൂട്ടായ്മയിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ചിദംബരാഷ്ടകമാണ് ഞാൻ പറയാൻ എടുത്തിരിക്കുന്ന വിഷയം. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ള 8 ചെറിയ സംസ്കൃത പദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ശിവസ്തുതിയാണ് ചിദംബരാഷ്ടകം. ശിവഭക്തന്മാർക്ക് രാഗമാതിരിയോടെ ഗാനം ചെയ്ത് ആനന്ദിക്കാൻ തക്കവണ്ണം മനോഹരമായ ശബ്ദശില്പം ഉൾക്കൊള്ളുന്നതാണ് ഈ കൃതി. ഭക്തിഭാവത്തോടൊപ്പം വൈരാഗ്യജ്ഞാനങ്ങളും വളർത്തുവാൻ അത്യന്തം ഉപകരിക്കുന്നതാണ് ഈ സ്തുതികൾ. ഭക്തഹൃദയത്തെ ഭഗവത് ചിന്തയിൽ അലിയിച്ചു ചേർക്കാനുള്ള ഇവയുടെ കഴിവ് അസാധാരണമാണ്. ഗുരുദേവന്റെ കവിത്വശക്തിയും ഇവയിൽ നല്ലപോലെ പ്രതിഫലിക്കുന്നു. ഇവ അർത്ഥഗ്രഹണത്തോടെ നിത്യവും പാരായണം ചെയ്ത് ശിവഭജനം നടത്തുന്നവർക്ക് ദുരിതങ്ങളകന്ന് സത്യാനുഭവത്തിന് വഴിതെളിയുന്നതാണ്. ആയിരത്തി 1887 1897 ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഗുരുദേവൻ രചിച്ച ഈ കൃതിക്ക് ശങ്കരാചാര്യരുടെ ലിംഗാഷ്ടവുമായി സാമ്യം കാണുന്നുണ്ട്. ഗുരു അവധൂതനായിരുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ചിദംബരനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ ലഭിച്ച ആത്മീയാനുഭൂതിയാണ് ഈ കൃതിക്ക് ഉറവിടമായത്. 1888 അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ പിന്നെ പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള ശിവപ്രതിഷ്ഠകൾ നടത്തുകയുണ്ടായി. ദക്ഷിണദേശത്തെ ഒരു പ്രസിദ്ധ ശിവക്ഷേത്രമാണ് ചിദംബരം. അവിടുത്തെ ദേവനെ സ്തുതിക്കുന്നതായിട്ടാണ് സങ്കല്പം. ലിംഗശബ്ദത്തിന് ശിവവിഗ്രഹം എന്നാണ് അർത്ഥം. ലിംഗപദത്തിന് സ്വരൂപം എന്നർത്ഥമുണ്ട്. ചിദംബരന്റെ സ്വരൂപം പാടിപ്പുകഴ്ത്തുന്ന അഷ്ടകം എന്നും അർത്ഥം പറയാം. ചിത്രൂപത്തിൽ അഥവാ ബോധരൂപത്തിൽ അമ്പരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവും ചിദംബരനാണ്. അമ്പരപദത്തിന് ആകാശം എന്നർത്ഥം. അപ്പോൾ ചിദംബരാഷ്ടകം ഇഷ്ടദേവനായ ശിവനെയും ആ ദേവൻ പ്രതിനിധാനം ചെയ്യുന്ന പരമാത്മാവിനെയും ഒരുപോലെ സ്തുതിക്കുന്നതാണെന്ന് ഓർക്കണം. ഇഷ്ടദേവനെ ഉപാസിക്കുന്ന ആളിന്റെ പരമലക്ഷ്യം പരമാത്മ പ്രാപ്തിയാണെന്ന് ഭാവം. ഇനി കൃതിയിലേക്ക് കടക്കാം. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ ഉപാസിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനും ജന്മം, ജര, മരണം എന്നീ സംസാര ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്ന സ്വരൂപത്തോടു കൂടിയവനും കർമ്മവാസനകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ കരുത്തുള്ള സ്വരൂപത്തോടു കൂടിയവനുമായ ആ കാരുണ്യനിധി ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. കൽപ്പകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം. കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രതിഷ്ഠ ലഭിച്ചിട്ടുള്ളവനും അഥവാ എല്ലാവരുടെ സങ്കല്പങ്ങളും സഫലമാക്കുന്ന സ്വരൂപത്തോടു കൂടിയവനും കാമനുമായുള്ള പോരാട്ടത്തിൽ കാമനെ നശിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഉറച്ചു നിന്നവനും അഥവാ ഉപാസകന്മാരുടെ കാമഗർഭത്തെ ശമിപ്പിച്ചുകൊണ്ട് ജീവിത സമരത്തിൽ തെളിയുന്ന സ്വരൂപത്തോടു കൂടിയവനും ദുഷ്ടപ്രകൃതികളായ അസുരക്കൂട്ടത്തെ ഒടുക്കിയവനും അഥവാ ഭക്തന്മാരുടെ ഉള്ളിലുള്ള ദുർവാസനകളെ എല്ലാം ഒഴിച്ചു മാറ്റാൻ കഴിവുള്ള സ്വരൂപത്തോടു കൂടിയവനുമായ ആ കരുണാനിധി ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. സ്കന്ദഗണേശ്വര കൽപ്പിതലിംഗം കിന്നരചാരണഗായകലിംഗം പന്നഗഭൂഷണ പാവനലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം. സുബ്രഹ്മണ്യനും ഗണപതിക്കും ജന്മം നൽകുന്ന സ്വരൂപത്തോടു കൂടിയവനും അല്ലെങ്കിൽ സുബ്രഹ്മണ്യനും ഗണപതിയും ഉപാസിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനും അതുമല്ലെങ്കിൽ ബുദ്ധി, അഹങ്കാരം
എന്നിവയ്ക്ക് ആശ്രമായ സ്വരൂപത്തോടു കൂടിയവനും കിന്നരന്മാർ, സ്തുതിപാഠകർ എന്നീ ഗായക വൃന്ദങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനും, അല്ലെങ്കിൽ ഭക്തന്മാരാൽ നിരന്തരം വാഴ്ത്തപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനും, സർപ്പങ്ങളെ ആഭരണമായി അണിഞ്ഞിട്ടുള്ള പരിശുദ്ധ സ്വരൂപത്തോടു കൂടിയവനും അഥവാ സൂക്ഷ്മന തുടങ്ങിയ നാടികളിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നവനുമായ ആ കരുണാനിധി ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. സാംബ സദാശിവശങ്കരലിംഗം കാമ്യവരപ്രദ കോമളലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം. സാമ്പൻ, സദാശിവൻ, ശങ്കരൻ എന്നീ പേരുകളോടുകൂടിയ മംഗളകാരിയായതും കാമ്യമായ വരം നൽകുന്നതും മനോഹരവും സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നതുമായ ശിവലിംഗം, അങ്ങനെയെല്ലാം ഉള്ള ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. കലിമല കാനന പാവകലിംഗം സലിലതരംഗ വിഭൂഷണലിംഗം ഫലിതപതംഗ പ്രദീപകലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം. കലികാല ദോഷമാകുന്ന കാടിനെ എരിച്ച് ചാമ്പലാക്കുന്ന അഗ്നിയായി പ്രശോഭിക്കുന്നവനും ഗംഗാതരംഗങ്ങളെ രമണീയമാവണ്ണം ശിരസിൽ അണിഞ്ഞിട്ടുള്ളവനും അസ്തമയ സൂര്യനെ പോലെ അരുണിമയാർന്നു ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനുമായ ആ ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. അഷ്ടധനു പ്രതിഭാസുരലിംഗം വിഷ്ണവനാദ വികസ്വരലിംഗം ശിഷ്ടജനോവനശീലിതലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം. അഷ്ടമൂർത്തികളോടുകൂടി ജനങ്ങൾക്ക് കാണത്തക്കവണ്ണം ശോഭിച്ച് നിൽക്കുന്നവനും സമസ്ത ലോകത്തിന് നാഥനായി സർവവ്യാപിയായ രൂപത്തോടു കൂടിയവനും സജ്ജനങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും കരുണാനിധിയുമായ ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. അന്തകമർദ്ദന ബന്ധുരലിംഗം കൃന്ദിത കാമകളേബരലിംഗം ജന്തുഹൃദയസ്ഥിത ജീവകലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം. കാലനെ കൊന്ന് ഭക്തനെ രക്ഷിച്ച ഭക്തജനങ്ങൾക്ക് ഹൃദയഹാരിയായ സ്വരൂപത്തോടു കൂടിയവനും കാമന്റെ ശരീരത്തെ ദഹിപ്പിച്ച സ്വരൂപത്തോടു കൂടിയവനും ജീവികളുടെ ഹൃദയത്തിലിരുന്ന് അവയെ ജീവിപ്പിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനുമായ ആ കാരുണ്യനിധി ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. പുഷ്ടതിയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിതം മനസാനുപഠന്തി അഷ്ടകമേതദവാത്മനസീയം അഷ്ടധനും പ്രതിയാന്തി നരാസ്തേ. വിവേകശാലികളായ ആരൊക്കെയാണോ മേൽ വിവരിക്കപ്പെട്ട ദിവ്യനും ചിദംബര സ്വരൂപനുമായ ശിവനെ ഹൃദയത്തിൽ ഭാവന ചെയ്ത് ദർശിച്ചുകൊണ്ട് വാക്കിനും മനസ്സിനും അതീതമായ സത്യത്തെ വിവരിക്കുന്ന 8 പദ്യങ്ങളടങ്ങിയ ഈ ശിവസ്തുതി ദിവസേന ഉരുവിട്ട് മനനം ചെയ്യുന്നവൻ അഷ്ടമൂർത്തിയായ ശിവനെ പ്രാപിക്കുന്നു. 8ാമത്തെ ശ്ലോകം ഫലശ്രുതിയോടെ അവസാനിപ്പിക്കുന്നു. സഗുണദേവനെയായാലും നിർഗുണദേവനെയായാലും മുൻപിൽ കാണുന്നത് പോലെ ഭാവന ചെയ്ത് ഈ സ്തോത്രം ദിവസേന ഉപാസിക്കണം. മനസ്സിന്റെ ഏകാഗ്രതയാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായം. ഏകാഗ്ര മനസ്സെ അതിന് വേണ്ടെങ്കിൽ പോലും ആത്മാനന്ദം അനുഭവിക്കും. ഇതാണ് നിയമം. ഇത്ര വിശിഷ്ടമാമണ്ണം അഷ്ടമൂർത്തിയുടെ അടുത്തേക്ക് വഴിതെളിച്ചു തന്ന പരമഗുരുവിൻ്റെ പാദങ്ങളിൽ നമുക്കും തലകുനിച്ചു വണങ്ങാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.